ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൺ ടൂറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷാർജ ഷെയ്ക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷെയ്ക്ക് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഷെയ്ക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 3 പൂവമ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ പൂവമ്പഴം ഉണ്ടായതുകൊണ്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത്. പൂവമ്പഴത്തിന് പകരം നമുക്ക് മൈസൂർ പഴം വേണമെങ്കിലും എടുക്കാം, പക്ഷേ പൂവമ്പഴം ആകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പൂവമ്പഴം ഉള്ളവർ അതന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പീനട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വറുത്തെടുത്തിട്ട് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുള്ള പീനട്ടാണ്. പീനട്ടിന് പകരം നമുക്ക് അണ്ടിപ്പരിപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, പക്ഷേ പീനട്ടാകുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുള്ള ഒരു പേക്ക് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ ഷെയ്ക്ക് ആവശ്യം അതിനനുസരിച്ചിട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 1 സ്പൂണ് ചോക്ലേറ്റ് സിറപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കൂടുതൽ ഒഴിച്ച് കൊടുക്കണ്ട, 1 സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ 5 രൂപയുടെ ഒരു ബൂസ്റ്റിൻ്റെ പേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല, 2 സ്പൂണ് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഷെയ്ക്കിന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ 2 സ്പൂണ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 സ്പൂണ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വാനിലയുടെ ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഒരു 10 രൂപയുടെ ഒരു പേക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മധുരമുള്ളതാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്ലാസ് എടുക്കാം. ഗ്ലാസ് എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് നമ്മുടെ ഗ്ലാസ് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുകയാണ്. ഇതൊന്നും ഒട്ടും നിർബന്ധമല്ല, പക്ഷേ നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും നമുക്ക് നമ്മുടെ ഷേക്ക് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഗ്ലാസ്സൊക്കെ ഇപ്പം ഞാനിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതുപോലെ ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഷേക്ക് ഒന്നും കൂടെ ഭംഗിയാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ കുറച്ചും കൂടെ ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ എടുത്തിട്ടുള്ള 5 രൂപയുടെ ആ ബൂസ്റ്റിൻ്റെ പാക്കിൽ തന്നെ ബാക്കിയുള്ള ബൂസ്റ്റ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഒട്ടും നിർബന്ധമില്ല, നമ്മളൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ കുറച്ചും കൂടെ ചോക്ലേറ്റ് സിറപ്പ് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം. 2 ഗ്ലാസ്സിലും ഇതുപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷാർജ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. Thank you for watching.